Good morning, students. Next topic interface in Java. നമ്മൾ അബ്സ്ട്രാക്ട് മെത്തേഡ്സും ക്ലാസ്സും വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. അത് കഴിഞ്ഞുള്ള ടോപ്പിക്കാണ് ഇന്റർഫേസ് ഇൻ ജാവ എന്ന് പറയുന്നത്. നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡിന്റെ പർപ്പസ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? അബ്സ്ട്രാക്ഷൻ അക്വയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഇന്റർഫേസിനും രണ്ട് പർപ്പസുകളാണുള്ളത്. ഒന്ന് അബ്സ്ട്രാക്ഷൻ അക്വയർ ചെയ്യാനും അതുപോലെ തന്നെ ജാവയ്ക്കകത്ത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യാനും കൂടെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. An interface in Java is a blueprint of a class. It has static constants and abstract methods. ഇന്റർഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് പോലെ തന്നെയാണ്. കുറേയധികം വേരിയബിൾസിന്റെയും മെത്തേഡ്സിന്റെയും ഒരു കളക്ഷൻ ആണ് നമ്മുടെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇന്റർഫേസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റർഫേസുകളെ ഡിക്ലെയർ ചെയ്യാറ്. ഇനി ഇന്റർഫേസിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിനകത്ത് നമ്മൾ പറഞ്ഞു വേരിയബിൾസും ഉണ്ട് മെത്തേഡ്സും ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഇന്റർഫേസിനകത്ത് വേരിയബിൾ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് ഫൈനൽ ആയിരിക്കും. ഫൈനൽ വേരിയബിൾസ് ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർഫേസിനകത്ത് ഉണ്ടാകുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഇന്റർഫേസിനകത്ത് ഉള്ള വേരിയബിൾസിന്റെയും മെത്തേഡ്സിന്റെയും പ്രത്യേകത എന്താണ്? ഫൈനൽ വേരിയബിൾസും അബ്സ്ട്രാക്ട് മെത്തേഡ്സും ആയിരിക്കും ഒരു ഇന്റർഫേസിനകത്ത് ഉള്ളത്. ഇപ്പൊ ഫൈനൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റർഫേസിനകത്ത് വേരിയബിളിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു എൻറ്റയർ പ്രോഗ്രാമിനകത്ത് അതിന് ഒരേ വാല്യൂ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് മെത്തേഡ് ആണെന്ന് പറഞ്ഞാലോ, ഇന്റർഫേസിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡിന് ബോഡി ആ ഇന്റർഫേസിനകത്ത് ഉണ്ടാകത്തില്ല. പകരം അത് വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സബ് ക്ലാസ്സുകളിലായിരിക്കും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ബോഡി ഇല്ലാതെ ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമുള്ള മെത്തേഡാണ് അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടൊരു ഇന്റർഫേസിനെ കുറിച്ച് പറയുവാനുള്ള കാര്യങ്ങൾ. Interface in Java is a mechanism to achieve abstraction. There can be only abstract methods in the Java interface, not method body. It is used to achieve abstraction and multiple inheritance in Java. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റർഫേസ് യൂസ് ചെയ്യുന്നത്. അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം യൂസേഴ്സിനെ കാണിച്ചുകൊണ്ട് ഇന്റേണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ ഫൈനൽ വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇന്റർഫേസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യാനും കൂടെയാണ്. നമുക്കറിയാം ജാവയ്ക്കകത്ത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സിൽ നിന്നും ഒരു സബ് ക്ലാസ് ഡിറൈവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ജാവയ്ക്കകത്തെ കോഡ് കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ് യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യിപ്പിക്കാത്തത്. പകരം ഇന്റർഫേസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിന് എക്സാമ്പിൾ താഴെ ഉണ്ട്, അന്നേരം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. Why use Java interface? It is used to achieve abstraction. We can support the functionality of multiple inheritance. ആ രണ്ട് പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ജാവ ഇന്റർഫേസിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഇന്റർഫേസിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഹൗ ടു ഡിക്ലെയർ ആൻ ഇന്റർഫേസ്? എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഇന്റർഫേസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്റർഫേസിനെ ഡിക്ലെയർ ചെയ്യുന്നത്. An interface is declared by using the interface keyword. It provides total abstraction, means all the methods in the interface in an interface are declared with the empty body and all the fields are public, static and final by default. A class that implements an interface must implement all the methods declared in the interface. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്റർഫേസ് എന്ന് പറയുന്ന കീവേഡോട് കൂടിയാണ് ഇന്റർഫേസിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇന്റർഫേസിനകത്തുള്ള ഫീൽഡ് എന്ന് പറയുന്നത് പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ ആയിരിക്കണം. പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ ആയിരിക്കണം. വേരിയബിൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മെത്തേഡ് എന്ന് പറയുന്നതോ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആയിരിക്കണം ഇന്റർഫേസിനകത്ത് ഉണ്ടാവുന്നത്. സിന്റാക്സ് ആണ് തന്നിരിക്കുന്നത്. ഇന്റർഫേസ് എന്ന് പറയുന്ന കീവേഡ് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നെയിം ഇന്റർഫേസിന് കൊടുക്കുന്നു. ഓപ്പണിംഗ് ബ്രേസ് നമ്മൾ ക്ലാസ് പോലെ തന്നെയാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഓപ്പണിംഗ് ബ്രേസ്, അതിനകത്ത് പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ ആയിട്ടുള്ള വേരിയബിൾസിന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള മെത്തേഡ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു.
അപ്പൊ ഈ ഒരു ഇന്റർഫേസിനകത്ത് ഒരിക്കലും ഈ മെത്തേഡിന്റെ ഇംപ്ലിമെന്റേഷനും ഉണ്ടായിരിക്കത്തില്ല, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് അല്ലാത്ത വേരിയബിൾസും ഉണ്ടായിരിക്കില്ല. ഇനി പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇൻഹെറിറ്റൻസിനകത്ത് ഇന്റർഫേസുകൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ക്ലാസും ഇന്റർഫേസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇൻഹെറിറ്റൻസിനകത്ത് നമുക്കറിയാം ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ ഡിറൈവ് ചെയ്യുമ്പോഴാണല്ലോ പുതിയൊരു സബ് ക്ലാസ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചു എന്നാണ് പറയാറ്. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണെങ്കിൽ നമ്മൾ ക്ലാസും ഇന്റർഫേസുമാണ് ഒരു ഇൻഹെറിറ്റൻസിനകത്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്ലാസ് ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. ഇംപ്ലിമെന്റ് ചെയ്തെന്നാണ് പറയുന്നത്. ഇനി അതേസമയം രണ്ട് ഇന്റർഫേസുകൾ തമ്മിലാണ് ഇൻഹെറിറ്റൻസ് എന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ഇന്റർഫേസുകൾ തമ്മിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഓർക്കുക, ക്ലാസും ആണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ക്ലാസും ഇന്റർഫേസും ആണെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഇന്റർഫേസും ആണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ കീവേഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇൻഹെറിറ്റൻസിനകത്ത് യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് എക്സ്റ്റെൻസ് എന്ന് പറയുന്നത്. ക്ലാസും ഇന്റർഫേസും ആണെങ്കിൽ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഏത്? ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർഫേസും ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിലെ അതേ കൺസെപ്റ്റ് തന്നെ എക്സ്റ്റെൻസ് എന്നുള്ള കീവേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി കൊടുത്തിരിക്കുന്നത് ജാവ ഇന്റർഫേസിന് ഒരു എക്സാമ്പിൾ ആണ്. ഇന്റർഫേസിന് എക്സാമ്പിൾ ആണ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനുള്ള എക്സാമ്പിൾ ഇതിന് താഴെ ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മളൊരു ഇന്റർഫേസിനെയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പ്രിന്റബിൾ എന്നാണ് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്റർഫേസിന്റെ നെയിം കൊടുത്തിരിക്കുന്നത്. ആ ഇന്റർഫേസിനകത്ത് നമ്മൾ ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്, പ്രിന്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നോക്കുക, ഇതൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് ആണ്. അപ്പൊ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് ഫോളോ ചെയ്യണമെന്നില്ല. അബ്സ്ട്രാക്ട് മെത്തേഡിന് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ അബ്സ്ട്രാക്ട് മെത്തേഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വോയിഡ് പ്രിന്റ് ഓഫ് കഴിഞ്ഞിട്ട് സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഈ പ്രിന്റ് എന്ന് പറയുന്ന മെത്തേഡിന്റെ ഡിക്ലറേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, ഡെഫിനിഷൻ അല്ല. അവിടെ നമ്മൾ വേറെ വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമായിരുന്നെങ്കിൽ എങ്ങനെയുള്ള വേരിയബിൾസേ പറ്റത്തുണ്ടായിരുന്നുള്ളൂ? ഫൈനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേരിയബിൾസ് മാത്രമേ അലോ ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ ആ ഇന്റർഫേസ് ക്ലോസ് ചെയ്തു. നമ്മളിവിടെ ഇന്റർഫേസിൽ നിന്നും ഒരു ക്ലാസ്സിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് പോകുന്നത്. അതായത് ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത്. ക്ലാസ് A6 ഇംപ്ലിമെന്റ്സ് പ്രിന്റബിൾ. അപ്പൊ ഇവിടെ A6 എന്ന് പറയുന്ന ക്ലാസ്സിന് പ്രിന്റബിൾ എന്ന് പറയുന്ന ഇന്റർഫേസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ക്ലാസ് ഇന്റർഫേസിൽ നിന്നും ഇൻഹെറിറ്റൻസിനകത്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇനി അതിനകത്താണ് നമ്മൾ നമ്മുടെ പ്രിന്റ് എന്ന് പറയുന്ന മെത്തേഡിന് ഇംപ്ലിമെന്റേഷൻ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. നോക്കി, ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, അതിന്റെ ഡെഫിനിഷൻ നമ്മൾ അതിന്റെ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഡെഫിനിഷനകത്ത് എന്ത് ടാസ്ക് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. ഇപ്പൊ ഇവിടെ ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. അത് ക്ലോസ് ചെയ്തു. നമ്മുടെ മെയിൻ മെത്തേഡ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കി, നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിനാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിന്റ് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നു. അപ്പൊ ഏതായിരിക്കും ഇൻവോക്ക് ആവുന്നത്? ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തെ പ്രിന്റ് എന്ന് പറയുന്ന മെത്തേഡ് ആയിരിക്കും ഇൻവോക്ക് ആവുന്നത്. അപ്പൊ ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിരിക്കും ഇവിടെ പ്രിന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇൻ ജാവ ബൈ ഇന്റർഫേസ്. നമ്മൾ പറഞ്ഞായിരുന്നു ജാവയ്ക്കകത്ത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇന്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഒന്നിലധികം ബേസ് ക്ലാസ്സിൽ നിന്നും ഒരു സബ് ക്ലാസ് ഡിറൈവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഏത്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിയേ, നമ്മളിവിടെ ആ ഒന്നിലധികം ബേസ് ക്ലാസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇന്റർഫേസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ക്ലാസ്സിന് പകരം മൾട്ടിപ്പിൾ ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്പിൾ ഇന്റർഫേസുകൾ യൂസ് ചെയ്യുന്നു. ആ മൾട്ടിപ്പിൾ ഇന്റർഫേസുകളിൽ നിന്നുമായിരിക്കും ഒരു സബ് ക്ലാസ് ഡിറൈവ് ചെയ്ത് വരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ട് രീതിയിൽ അത് അക്വയർ ചെയ്യാം. ഒന്നെങ്കിൽ രണ്ട് ഇന്റർഫേസുകളെ ബേസ് ക്ലാസ് ആയിട്ട് കൊടുത്തിട്ട് ഡിറൈവ് ചെയ്യുന്നത് ഒരു സബ് ക്ലാസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർഫേസുകളെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടായിരിക്കും പുതിയ ക്ലാസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി അതല്ല, നമ്മൾ
രണ്ട് ബേസ് ക്ലാസ്സും ഇന്റർഫേസ് ആയിട്ട് കൊടുത്തു, പുതിയതായിട്ട് ഡിറൈവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റും ഇന്റർഫേസ് തന്നെയാണെങ്കിൽ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെയും പ്രിന്റബിൾ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പ്രിന്റ് എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ് കൊടുത്തു, അതായത് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, ബോഡി ഇല്ല. ഇനി രണ്ടാമത്തെ ഇന്റർഫേസ് ആണ് ഷോയബിൾ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഷോ എന്ന് പറയുന്ന മറ്റൊരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ് കൊടുത്തു, ഡിക്ലറേഷൻ മാത്രം, ബോഡി ഇല്ല. വേരിയബിൾസ് ഒന്നും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, വേരിയബിൾസ് ഉണ്ടായിരുന്നെങ്കിൽ ഫൈനലായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യണമായിരുന്നു. ഇനി നോക്കിയേ, ഇവിടെ A7 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. ആ ഡിറൈവ്ഡ് ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ആരെയൊക്കെയാണ്? പ്രിന്റബിളും അതുപോലെ തന്നെ ഷോയബിൾ എന്നും പറയുന്ന രണ്ട് ഇന്റർഫേസുകളെയാണ് ഈ A7 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പ്രിന്റബിളിന്റെയും ഷോയബിളിന്റെയും പ്രോപ്പർട്ടീസ് ആർക്ക് കിട്ടും? A7 എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി A7 എന്ന് പറയുന്ന ക്ലാസ്സിനകത്താണ് നമ്മൾ ഈ പ്രിന്റ് എന്ന് പറയുന്ന മെത്തേഡിനും ഷോ എന്ന് പറയുന്ന മെത്തേഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഹലോ വെൽക്കം എന്ന് പറഞ്ഞ് രണ്ട് മെസ്സേജുകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ മെത്തേഡ് കൊടുത്തു. നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിനാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. OBJ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ആ OBJ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രിന്റ് എന്നും ഷോ എന്നും പറയുന്ന രണ്ട് മെത്തേഡിനെയും കോൾ ചെയ്തു. അപ്പൊ അങ്ങനെ കോൾ ചെയ്യുമ്പോൾ കോൾ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തെ മെത്തേഡിലോട്ടായിരിക്കും കോൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് അതിന്റെ ബോഡി എക്സിക്യൂട്ട് ആവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവിടെ ഹലോ വെൽക്കം എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ ഒരു എക്സാമ്പിൾ. ഇവിടെ പ്രിന്റബിളും ഷോയബിളും രണ്ട് ബേസ് ക്ലാസ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. A7 എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു, ബേസ് ക്ലാസ്സുകൾ, അതായത് ഒന്നിലധികം ബേസ് ക്ലാസ്സുകളിൽ നിന്നാണ് ഒരു സബ് ക്ലാസ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ ഈ ബേസ് ക്ലാസ്സുകൾക്കകത്തും സബ് ക്ലാസ്സിനകത്തും സെയിം നെയിമുള്ള മെത്തേഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ റൺ ചെയ്യുന്ന സമയത്ത് ഏത് മെത്തേഡിനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ കമ്പൈലറിനുണ്ടാകും. അങ്ങനെ കോഡ് കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ ഇന്റർഫേസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്.